കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരംഭം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവം നമ്മളെ കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ പൈതലിന്റെ ആരാധന, ഹല്ലേലൂയ, സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഹല്ലേലൂയ ഉലാവിക്കൊണ്ടിരുന്നത് അത് അനുഭവിക്കുവാനായി ദൈവം നമുക്ക് കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആത്മ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് പിന്നെ സംസാരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം കടന്നു എന്ന പാതയിലൊക്കെയും ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതലും ഹല്ലേലൂയ സ്തോത്രം പ്രവൃത്തിയും ഒക്കെയും കാണുവാൻ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിലും ദൈവം ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെ ക്ഷണിച്ച പ്രിയ ആന്റിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ കൂട്ടായ്മയോടുള്ള നന്ദിയും സ്നേഹവന്ദനത്തെയും ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം കർത്താവിന് മാതൃകയുള്ളതായിരിക്കാൻ ഹല്ലേലൂയ സ്തോത്രം അവസാനത്തോളം നിലനിന്ന് ദൈവത്തിന്റെ രക്ഷയെ പ്രാപിച്ചെടുക്കുക. നമ്മുടെ ഈ ഓട്ടമെല്ലാം അതിനുള്ളതാണല്ലോ. ഹല്ലേലൂയ, അവസാനത്തോളം നിലനിൽക്കണം, രക്ഷ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതിനായി വേണ്ടിയുള്ള ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം ഹല്ലേലൂയ സ്തോത്രം പ്രിയ കർത്തൃദാസി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നാരാണെന്ന് ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഞങ്ങളുടെ ഉപനിധിയാണ്, അവസാനത്തോളം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ഹല്ലേലൂയ വല്ലവനായ കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള ആ ബോധ്യവും ഉറപ്പുമാണ് നമ്മളെ അവസാനത്തോളം നിലനിൽക്കുന്നത്. പ്രശ്നങ്ങൾ തീരുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾക്ക് ഹല്ലേലൂയ എന്തില്ല, ഹല്ലേലൂയ ഒരു തീർപ്പില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മറികടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കരം പിടിക്കുമ്പോൾ ആ ഒരു സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ച് ഉണരേണ്ടത്. ആയതുകൊണ്ട് തന്നെ ഹല്ലേലൂയ എല്ലാവരെയും ദൈവം ആ കൃപയ്ക്കുള്ളിൽ നടത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഒത്തിരി പറഞ്ഞ് മുന്നോട്ട് പോകാതെ വചനത്തിലേക്ക് തന്നെ പ്രവേശിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു. യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു. ആമേൻ. അന്നാളിൽ എന്താണ്? ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു. യഹൂദ്യർ എന്ത് ചെയ്തു? യഹോവയായ ദൈവത്തിൽ ആശ്രയം വെച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു. യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന നമുക്ക് ജയമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ഉടയവനും നമ്മുടെ ഉപനിധിയുമായ നമ്മുടെ ദൈവത്തെയാണോ, നമ്മുടെ കർത്താവിനെയാണോ, നമുക്ക് ജയമുണ്ട്. ഏത് പ്രതിസന്ധികളിലും ഏത് കഷ്ടങ്ങളുടെ മധ്യത്തിലും ഹല്ലേലൂയ ഇന്നും നമുക്ക് ഉത്തരം ലഭിക്കാത്ത എത്ര പ്രാർത്ഥനാ വിഷയങ്ങളായാലും അതിനകത്ത് നമുക്ക് ജയമുണ്ട്. കാരണം ഹല്ലേലൂയ നാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിനെയാണ്. ഇവിടെ പറയുന്നു യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട്. സ്തോത്രം. ആ അധ്യായത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് യഹൂദ്യർക്കും ഇസ്രായേലിയർക്കും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ആമേൻ, സ്തോത്രം. അതെങ്ങനെ യഹൂദ്യരും ഇസ്രായേലും വേറെ ആയത്? 12 ഗോത്രങ്ങൾ ഒന്നല്ലേ? അപ്പോൾ ഇതിൽ ഇസ്രായേലും യഹൂദ്യരും തമ്മിൽ വേറെയായി, ഇവർക്ക് തമ്മിൽ യുദ്ധമായി. ഹല്ലേലൂയ സ്തോത്രം. ശലോമോന്റെ മകനായ രെഹോബെയാമിന്റെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് അനിഷ്ടമായത് ശലോമോൻ ചെയ്തെങ്കിലും ശലോമോന്റെ വാഴ്ചയെങ്കിൽ ദൈവം ദാവീദിന് കൊടുത്ത വാക്കുപ്രകാരം ശലോമോന്റെ കാലത്ത് തന്റെ കോപം ഹല്ലേലൂയ നിവർത്തീകരിക്കാതെ മാറി നിന്നിട്ട് ഹല്ലേലൂയ ശലോമോന്റെ മകനായ രെഹോബെയാമിന്റെ കാലഘട്ടത്തിൽ രെഹോബെയാം ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുകയും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആലോചനയ്ക്ക് തന്റെ ചെവി ചായ്ക്കാതെ തന്നിഷ്ടത്തിനായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തപ്പോൾ ദൈവം അവിടെ ഹല്ലേലൂയ രാജ്യം വിഭാഗിച്ചു. ഹല്ലേലൂയ ഗോത്രങ്ങളെ വിഭാഗിച്ചു. 2 ഗോത്രങ്ങളെ, ബെന്യാമീൻ
ബെന്യാമീൻ ഗോത്രം, യഹൂദ ഗോത്രം എന്ന് പറഞ്ഞ് 2 ഗോത്രങ്ങളെ ഹല്ലേലൂയ തന്നെ ഭാഗിച്ചപ്പോൾ മറ്റ് 10 ഗോത്രങ്ങളെ ഹല്ലേലൂയ തന്നെയായി വിഭാഗിച്ച് ഹല്ലേലൂയ സ്തോത്രം 10 ഗോത്രങ്ങളെ ശലോമോന്റെ ദാസനായ യൊരോബെയാമിന്റെ കൈകളിലേക്ക് കൊടുക്കുകയും ഹല്ലേലൂയ സ്തോത്രം 2 ഗോത്രങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ശലോമോന്റെ മകനായ രെഹോബെയാമിന്റെ കയ്യിലും കൊടുത്തു. ഈ 2 ഗോത്രങ്ങളെയാണ് യഹൂദ്യർ എന്ന് പറയപ്പെടുന്നത്. മറ്റവർ ഇസ്രായേലിയർ. 10 ഗോത്രങ്ങൾ ഇസ്രായേലിയർ. എന്നാൽ പിന്നത്തേതിൽ ഇതിൽ നിന്ന് ഈ 10 ഗോത്രത്തിൽ നിന്നും ലേവ്യ ഗോത്രം കൂടെ ആരുടെ കൂടെ വന്നു ചേർന്നു? ഈ യഹൂദന്മാരുടെ കൂടെ, യഹൂദ ഗോത്രത്തിന്റെ കൂടെയും ബെന്യാമീൻ ഗോത്രത്തിന്റെ കൂടെയും വന്നു ചേർന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇങ്ങനെ ഇസ്രായേലിയരെന്നും യഹൂദ്യരെന്നും പറഞ്ഞ് 2 വിഭാഗം, 2 വാഴ്ച, 2 രാജാക്കൾ. ഇസ്രായേലിയർക്ക് 9 ഗോത്രക്കാർക്ക് ഒരു രാജാവ്, ഇപ്പുറത്ത് 3 ഗോത്രക്കാർക്ക് ഒരു രാജാവ്. രെഹോബെയാം യഹൂദ്യർക്ക് രാജാവ്, ഇസ്രായേലിന് ശലോമോന്റെ ദാസനായ, ശലോമോന്റെ കൊട്ടാരത്തിൽ വേല ചെയ്തിരുന്ന യൊരോബെയാമിന്റെ കയ്യിൽ വാഴ്ച കൊടുത്തു. അത് ദൈവത്തിന്റെ കോപം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ ദൈവം ഹല്ലേലൂയ ചില പ്രവർത്തികൾ ചെയ്തു മാറ്റി. എന്നാൽ യൊരോബെയാം എന്തു ചെയ്തെന്നറിയാമോ? ഇസ്രായേലില് ഹല്ലേലൂയ സ്തോത്രം മക്കളെ യെരൂശലേം ദേവാലയത്തിൽ പോയി ആരാധന കഴിക്കാതെ വണ്ണം, ദൈവമായ യഹോവയ്ക്ക് ആരാധന കഴിക്കാതെ വണ്ണം ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ബേഥേലിൽ പോകുന്ന വഴിയിൽ ബേഥേലിൽ 2 കാളക്കുട്ടികളെ വെച്ചു. ഇസ്രായേൽ ജനത്തെ ഈ കാളക്കുട്ടികളെ നമസ്കരിക്കത്തക്കവണ്ണം ഇവൻ എന്ത് ചെയ്തു? ആ രീതിയിൽ ഇവരെ വഴി നടത്തി. ഈ കാളക്കുട്ടിയെ മറികടന്ന് വേണം എന്ത് ചെയ്യാൻ? യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുക. ഇസ്രായേൽ അവിടെ ചെന്ന് ദൈവമായ യഹോവയിൽ ആശ്രയിച്ചാൽ ഇവർ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? യഹൂദ്യരോട് പോയി ചേർന്ന് കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്റെ കയ്യിൽ കിടച്ച രാജ്യത്വത്തെ താൻ ഹല്ലേലൂയ നഷ്ടപ്പെടുത്താതെ ഇരിക്കേണ്ടതിന് ഇവരെ തന്റെ വഴിയിൽ നടത്തി. സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേലിലുള്ള പലരെയും കാളക്കുട്ടികൾക്ക് വഴിപാട് കഴിക്കത്തക്കവണ്ണം, പൂജാഗിരികളിൽ ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണം അവരെ പുരോഹിതന്മാരായി അവൻ നിയമിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇപ്പുറത്ത് യഹൂദ്യരും ബെന്യാമീന്യരും ഹല്ലേലൂയ ലേവ്യരും ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്. 3 ഗോത്രക്കാർ മാത്രം നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു കൂട്ടം അതിനെയും കാട്ടി ഇരട്ടിയായിട്ട് ജനം നിൽക്കുന്നു. പക്ഷെ ഇവരുടെ 2 പേരുടെയും ആശ്രയം വേറെയായി മാറിയപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെക്കുകയാണ്, യഹൂദ്യരോ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നപ്പോൾ യഹൂദ്യർക്ക് എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് ജയം ലഭിച്ചു. ഇന്ന് പകൽകാലം ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിച്ച്, കർത്താവായ ക്രിസ്തുവിനെ തന്നെ തങ്ങളുടെ ദൈവമാക്കിക്കൊണ്ട് യഹോവയായ ദൈവത്തിന്റെ മുൻപിൽ തങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ തങ്ങളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചു നിൽക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം, ഉന്നതന്മാരെന്നും ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നേരെ വാടകോരി ഹല്ലേലൂയ യുദ്ധത്തിന് പലരും വന്നാലും ഹല്ലേലൂയ പിശാച് പല തന്ത്രങ്ങളെ നമുക്കെതിരെ എഴുതി വിട്ടാലും ഹല്ലേലൂയ ജയം നമുക്കുള്ളതാ. ഒന്ന് പറഞ്ഞാട്ടെ, ജയം എനിക്കുള്ള. നമ്മുടെ ഹല്ലേലൂയ ദൈവ വാഗ്ദത്തമുള്ളതിനെതിരെ, സ്തുതിക്കുന്നതിനെതിരെ ഹല്ലേലൂയ ശത്രു ഉയർന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ ജയം തരുന്നവൻ നമ്മുടെ കർത്താവ്. ഒന്നേ ഉള്ളൂ, നമ്മൾ എങ്ങനെ നിൽക്കണം? പ്രമാണത്തിൽ നിൽക്കണം. കർത്താവ് നമുക്ക് തന്ന പ്രമാണത്തിനകത്ത് നിൽക്കുവാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ ജയം നമുക്കുള്ളത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു യഹൂദ്യരോ, യഹൂദന്മാർക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണ്? അവർ സ്തുതിക്കുന്നവരാണ്. ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവന് യഹൂദ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ദൈവത്തെ അവൾ സ്തുതിക്കാൻ തുടങ്ങി. ഒരു മകനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ ഹൃദയം എന്നോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞു. അടുത്ത മകനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇനി എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഇവനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഭർത്താവിലുള്ള ആശ്രയമല്ല
എല്ലാം വിട്ടുകളഞ്ഞിട്ട് അവൾ പറഞ്ഞു, എനിക്ക് എന്റെ ദൈവം മാത്രമേ ഉള്ളൂ, എന്റെ ദൈവമാണ് എനിക്ക് തലമുറയെ തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇവനെ എന്ത് ചെയ്യും? ഹല്ലേലൂയ, യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് യഹൂദ എന്ന് പേരിട്ടു. സ്തുതിക്കുന്നവൻ കടന്നു ചെല്ലുന്നിടമെല്ലാം വിജയമുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ചുമ്മാ ഇരുന്നൊന്ന് സ്തുതിച്ചാ മതി, സ്വർഗം നമ്മുടെ വിഷയങ്ങളുടെ മേലെല്ലാം വിടുതലയക്കും. ആമേൻ, ആമേൻ. നമ്മൾ ഇങ്ങനെ ചഞ്ചലപ്പെട്ട് മംഗലായിച്ചും ഹല്ലേലൂയ നടക്കുമോ നടക്കത്തില്ലയോ, ഇതെന്താകും ഏതെന്താകും, എന്റെ അഡ്മിഷൻ എന്താകും, എന്റെ ഭാവി എന്താകും, എന്റെ ഹല്ലേലൂയ ജോലി എന്താകും, എന്റെ വിവാഹം എന്താകും, എന്റെ കുടുംബജീവിതം എന്താകും, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ അകത്ത് കയറുമ്പോൾ നമ്മൾ സ്തുതിക്കാൻ വിട്ടുപോകും. ആമേൻ, സ്തോത്രം, സ്തോത്രം. അവിടെയാണ് ശത്രു കയറി നമ്മളെ ശരിക്കും അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സ്തുതിക്കുന്നവനാണോ, നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ ആര് യുദ്ധത്തിന് പോകണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുന്നത്, യഹൂദ മുന്നിൽ പോകട്ടെ. അപ്പൊ സ്തുതിക്കുന്നവനെ ദൈവം മുന്നിൽ യുദ്ധത്തിന് നിർത്തും. സ്തോത്രം. നീ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണോ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു യുദ്ധക്കളത്തിൽ നിന്നെ നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് യുദ്ധക്കളത്തിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്? സ്വർഗം അനുവദിക്കുന്ന യുദ്ധക്കളത്തിൽ നിൽക്കാൻ എത്ര പേർക്ക് ആഗ്രഹം? സ്തോത്രം, സ്തോത്രം. ധൈര്യം, നമുക്ക് ധൈര്യം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മളെ നിർത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്? ജയമുണ്ട്. നമുക്ക് ജയമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഈ ഭാഗം ഞാൻ വിവരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നത് കൊണ്ടൊന്ന് പറയട്ടെ. യുദ്ധം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയ ആ വേദഭാഗത്തിലും എന്തുണ്ട്? നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ, നിങ്ങളോട് പോരാടുന്നവർ. ഹല്ലേലൂയ, സ്തോത്ര. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 ഞാൻ തൊട്ടിട്ട് അങ്ങ് ഓടിപ്പോയത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുമെന്നും നിങ്ങൾക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കുമെന്നും പറഞ്ഞിട്ട് ആരോടാണ് പറഞ്ഞത്? മല്ല് പിടിച്ചവനോട്. അപ്പൊ മല്ല് പിടിക്കുന്നവർക്ക് പ്രത്യേക ഒരു കൺസെഷൻ സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. യുദ്ധം ചെയ്യുന്നവർ, പോരാടുന്നവർ, കോപിക്കുന്നവർ, ഹല്ലേലൂയ, വിവാദം ചെയ്യുന്നവർ, 4 കൂട്ടത്തെ കാണിച്ചിട്ട് പറയുകയാണ്, ഇവരിൽ നിന്നൊക്കെയും ഞാൻ നിന്നെ ഒരു പുതിയതും മൂർച്ചയുമുള്ളതുമായ മെതിവണ്ടിയാക്കി മാറ്റും. ആമേ, സ്തോത്രം. ഞാനൊരു പുതിയത് മൂർച്ചയുള്ളതുമായ മെതിവണ്ടിയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. മൂർച്ചയുള്ള ആയുധം, മൂർച്ചയുള്ള ഒരു മെതിവണ്ടി. ആമേൻ. യുദ്ധക്കളത്തിൽ കർത്താവ് നമ്മളെ ചുമ്മാ ഇറക്കി വിടത്തില്ല കേട്ടോ. അതിനുള്ള കരുത്തും ബലവും ഒക്കെ തന്നിട്ട് അങ്ങോട്ട് ഇറക്കി വിടുന്നത് എന്തിനാണെന്നറിയാമോ? ജയിച്ച് കയറി വരുവാൻ. ഒന്ന് പറഞ്ഞാട്ടെ, ജയിച്ച് കയറി വരുവാൻ. നാം ജയിക്കാനുള്ളവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ യോബിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം 38 അധ്യായത്തിൽ കർത്താവ് ഇറങ്ങി വരികയാണ് ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നിട്ട് ഒത്തിരി ചോദ്യങ്ങൾ യോബിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ 39 അധ്യായത്തിൽ വരുമ്പോൾ ഒത്തിരി ഹല്ലേലൂയ മൃഗങ്ങളെ, ആനിമൽസിനെ എടുത്തു കാണിച്ചിട്ട് കർത്താവ് ഒത്തിരി പാഠങ്ങൾ യോബിനെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ അധ്യായം നമ്മൾ വായിക്കണം. വായിച്ച് നമ്മൾ ഓരോ മൃഗങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ദൂത് ദൈവം തരും. സ്തോത്രം, സ്തോത്രം. നമ്മൾ അധ്യായങ്ങളൊക്കെ പഠിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മൃഗമാണ് കുതിര. അതിന്റെ 19 വചനം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ 39 അധ്യായം 19 വചനം തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്. അപ്പൊ കുതിരയ്ക്ക് എന്തുണ്ട്? ശക്തിയുണ്ട്. സ്തോത്രം. കുതിരയ്ക്ക് ശക്തിയുണ്ട്. അടുത്ത ചോദ്യം, അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചുരോമം അണിയിച്ചത്. സ്തോത്രം. അതിന്റെ കഴുത്തിനൊരു ബലമുണ്ട്. നമുക്കറിയാം കുതിരയുടെ കഴുത്ത് ഇച്ചിരി വേറെ രീതിയിൽ പൊങ്ങിയൊക്കെ പോകുമ്പോഴറിയാം ഇത് ഇച്ചിരി പ്രശ്നക്കാരനാണ്. സ്തോത്രം. പണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞാൻ വളർന്നതൊക്കെ ട്രിവാൻഡ്രത്താണെന്ന് പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് പണ്ട് ആറാട്ട്. സ്തോത്രം. വർഷത്തിലൊരിക്കൽ ഏതോ ഒരു സമയം, എനിക്ക് ഏത് സമയമാണെന്നൊന്നും അറിയത്തില്ല, അന്നൊക്കെ ഞാൻ കുഞ്ഞല്ലേ, നമ്മുടെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അന്ന് ജീവനോടിരിക്കുന്ന കാലം. സ്തോത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുള്ളി തന്റെ രാജവസ്ത്രമെല്ലാം അണിഞ്ഞ് വർഷത്തിലൊരിക്കൽ ജനത്തെ കാണാനായിട്ട് നടന്ന് വന്ന് അത് ഒരു ശംഖുമുഖം ബീച്ചിന്റെ അവിടെ ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിനകത്തൂടെ ഒരു തുരങ്കമുണ്ട്. സ്തോത്രം. പക്ഷെ വരുമ്പോൾ പുള്ളി
നേരെയുള്ള റോഡിൽ കൂടിയാണ് വരുന്നത്. ഒത്തിരി ആൾക്കാരുണ്ട്, ഹല്ലേലൂയ, വാള് പിടിച്ചവരുണ്ട്, പലവിധമായ രീതിയിൽ കൊട്ടാരത്തിലിരുന്ന് വരുന്ന സ്ത്രീകളുണ്ട്. ഇങ്ങനെ വലിയൊരു പൊസിഷനായിട്ടാണ് കടന്നു വരുന്നത്. വന്ന് ഹല്ലേലൂയ സ്തോത്രം, രാജാവ് ഇങ്ങനെ വാളൊക്കെ പിടിച്ച് കടന്നു വരും. അപ്പോൾ രാജാവിന്റെ മുൻപും പിന്നെ നിർത്തുന്നത് കുതിരകളെയാണ്. അപ്പൊ ഈ ചില കുതിര എന്ത് ചെയ്യുമെന്നറിയാമോ? കഴുത്തൊക്കെ ഒരുമാതിരി വെച്ച് പോകും. അപ്പം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി പോലീസുകാർ പറയും, എല്ലാവരും മാറി നിൽക്കണം, അവൻ ഇച്ചിരി പ്രശ്നക്കാരനാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവം ഇതിന്റെ കഴുത്തിനൊരു കുഞ്ചിരോമം അണിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഇതിനൊരു നിയന്ത്രണം ദൈവം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പറയാണ്, നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? എല്ലാ മൃഗങ്ങളെയും ചാടിക്കുന്നത് പോലെ കുതിരയെ ചാടിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കുതിരയുടെ അടുക്ക കളിക്കണമെങ്കിൽ എത്ര ട്രെയിനർ ആയിരുന്നാലും ചിലപ്പോൾ അതിന്റെ വിധം മാറിയ ഒറ്റ ചവിട്ട് കൊടുത്താൽ മതി, അവിടെ തീരും. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് അടുത്തത് ചോദിക്കുന്നു, അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അതിനൊരു ഹുങ്കാരം, ഒരു അഹങ്കരിക്കുന്ന രീതിയിൽ ഒരു പ്രതാപമുണ്ട്. സ്തോത്രം. അതൊരു ഭയങ്കരമാണ്. അതിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെ ഇങ്ങനെ ഇണങ്ങുന്ന ഒരു ജീവിയല്ല എന്ത് ഈ കുതിര. എന്നിട്ട് പറയുകയാണ്, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. ഇതിന്റെ ഹല്ലേലൂയ ഹുങ്കാര പ്രതാപത്തിന്റെ പിന്നിൽ, ഹല്ലേലൂയ ഇതിന്റെ ഹല്ലേലൂയ ശക്തിക്ക് പിന്നിൽ ഇതിനൊരു പ്രവൃത്തി കൊണ്ട്. ഇതെന്താണ്? താഴ്വരയിൽ ഊക്കോടെ മാന്തി ഉല്ലസിക്കുന്നു. എന്താണെന്നറിയാമോ? ഇതിന് ചിലത് കേൾക്കാം, ശത്രുവിന്റെ കാഹളം കേൾക്കാം, ശത്രുക്കൾ വരുന്നത് ഇതിനറിയാം. അതാണ് അവിടെ താഴ്വരയിൽ പറയുന്നു, താഴെ പറയുന്നത്, അത് ആയുധപാണികളെ എതിർത്തു ചെല്ലുന്നു. ഇതിന്റെ മുൻപിൽ ആയുധം ധരിച്ച കുറച്ചു പേർ മുൻപിൽ യുദ്ധത്തിന് വേണ്ടി വിളിക്കുകയാണ്. ഇതിന് മുൻപിൽ നിൽക്കുന്നതിനെ ഹല്ലേലൂയ ഇത് എന്ത് ചെയ്യുകയാണ്? എതിർത്തു ചെല്ലുകയാണ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ദൈവ പൈതലെ, ഓ ഹല്ലേലൂയ, നിനക്കൊരു യുദ്ധമുണ്ട്. ആരോടാണ്? പൈശാചിക മണ്ഡലത്തോടൊരു യുദ്ധമുണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങളും ജയിക്കുക എന്ന് പറഞ്ഞ അരുമനാഥന്റെ ആ വാക്കിന്റെ മുൻപിൽ നാം ആരാണ്? യുദ്ധക്കളത്തിൽ നിൽക്കുന്ന കുതിരകളാണ്. നമുക്ക് ദൈവം ചില ഹല്ലേലൂയ പ്രതാപം തന്നിട്ടുണ്ട്. അതാണ് അവന്റെ അഭിഷേകം. അഭിഷേകത്തിന്റെ ഒരു ഹുങ്കാര പ്രതാപം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നാം താഴ്വരയിൽ മാന്തി ഉല്ലസിക്കും. നമ്മുടെ എതിരെ വരുന്ന ആയുധപാണികളെ നാം എതിർത്ത് ചെല്ലും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. യുദ്ധക്കളത്തിൽ നിന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട, എതിർത്ത് വരുന്നവരെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇവിടെ പറയുകയാണ്, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു, അത് ആയുധപാണികളെ എതിർത്തു ചെല്ലുന്നു, അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. സ്തോത്രം. നമ്മ ദൈവമക്കളെന്നൊക്കെ എത്ര പറഞ്ഞാലും പ്രശ്നം വരുമ്പോൾ നമുക്ക് ഭയമാണ്. അവിടെയാണ് സകലതും പോകുന്നത്. അവിടെ നമ്മുടെ സ്തുതി പോകും, നമ്മുടെ സ്തോത്രം പോകും, നമ്മുടെ പ്രാർത്ഥന പോകും, നമ്മുടെ ആരാധന പോകും, നമ്മുടെ പാട്ട് പോകും, നമ്മുടെ കൂട്ടായ്മ പോലും. ഫേബാൻഡ് വിളിച്ചു ചോദിക്കുക, എന്താ സിസ്റ്ററെ വരാത്തെ? ഒരു മൂടില്ലായിരുന്നു, ഇന്ന് കയറാൻ അങ്ങോട്ട് പറ്റത്തില്ല, സാഹചര്യം ശരിയല്ല. ഇന്ന് ഈ പകൽകാലം ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ഉറച്ച വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാൻ സാധാരണ വ്യക്തിയല്ല, അഭിഷേകത്തിന്റെ ഒരു ഹുങ്കാര പ്രതാപം അവൻ എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. അവൻ എനിക്കൊരു ശക്തി പകർന്നിട്ടുണ്ട്. ആ ശക്തി വെറുതെ ഇരിക്കുവാനുള്ളതല്ല. പ്രശ്നങ്ങളുടെ മുഖത്ത് നിനക്കെതിരായി ശത്രു തന്ത്രങ്ങൾ പ്രയോഗിച്ചു വരുമ്പോൾ, നിന്നെ തകർക്കുമെന്ന ഭീഷണി മുഴക്കുമ്പോൾ, നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ, അതിന്റെ മുൻപിൽ എതിർത്തു നിൽക്കുവാനുള്ള ത്രാണിക്ക് വേണ്ടിയാണ് നിനക്കൊരു പ്രതാപമായി, ഹുങ്കാര പ്രതാപമായി ഒരു അഭിഷേകം പകർന്നിരിക്കുന്നത്. അവിടെ പറയുന്നു, അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ദൈവമക്കളോടായി പറയട്ടെ, ഭയത്തെ പുച്ഛിച്ച് തള്ളത്തക്കവണ്ണമുള്ള ഒരു ആത്മീക കൃപ നമ്മൾ ഇന്ന് രാവിലെ സമയം പ്രാപിച്ചെടുക്കേണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് അടുത്തത് പറയുന്നു, വാളിനോടത് പിൻവാങ്ങി മണ്ടുന്നില്ല. ശത്രുവിന്റെ വാള് കണ്ടിട്ട് ഓടിപ്പോത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിൽ ഒരു വാള് ദൈവം തന്നിട്ടുണ്ട്.
ദൈവവചനം എന്ന ഇരുവായ്ത്തലയുള്ള ഒരു വാൾ സ്വർഗം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ വചനം ധ്യാനിക്കുകയും ഈ വചനം പഠിക്കുകയും ഈ വചനം ഹല്ലേലൂയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ ആത്മാവിന്റെ ഹല്ലേലൂയ സ്തോത്രം വാളാകിയ ദൈവവചനം എന്ന ഇരുവായ്ത്തലയുള്ള വാൾ ഹല്ലേലൂയ ശത്രുവിനെ വെട്ടി വീഴ്ത്തത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ ചലിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപായി, ഒരാഴ്ചയിൽ ഒരു 2-3 ആഴ്ചയ്ക്ക് മുൻപായി ഹല്ലേലൂയ സ്തോത്രം ട്രിവാൻഡ്രത്ത് ഞാൻ കടന്നു ചെന്ന് ശുശ്രൂഷിക്കുന്ന കൂട്ടായ്മയിൽ നിന്ന് ഹല്ലേലൂയ എന്നെ എൻ്റെ കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം അവിടെ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ അറിയാവുന്ന ഒരു എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. ആ മനുഷ്യൻ അവിടെ ഹല്ലേലൂയ ജംഗ്ഷനിലെ ഫ്രൂട്ട് കടയാണ്, ഫ്രൂട്ട്സ് കട, ഫ്രൂട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ്. പക്ഷെ പെട്ടെന്ന് അയാളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച, ഭാര്യയും മക്കളും അകന്നുപോയ അവസ്ഥ, ഹല്ലേലൂയ സ്തോത്രം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വേണ്ട കുറച്ച് കടഭാരങ്ങൾ. ഹല്ലേലൂയ അവൻ ഭയങ്കര ഭക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കടയ്ക്കൊക്കെ ദൈവത്തിന്റെ പേരൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ആൾ മുരുകൻ ആത്മഹത്യക്കായി വിഷമം എടുത്തോണ്ട് പോയിരിക്കുന്നു, നീ പ്രാർത്ഥിക്കണം. ഞാൻ ചർച്ചും കഴിഞ്ഞ് വന്ന് രാത്രി 10:30-11 മണിയായി. ഹല്ലേലൂയ സ്തോത്രം എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം. ഞാൻ അപ്പോൾ ഇച്ചിരി ആലോചിച്ചു. 11 മണിയായി, എങ്ങനെയാ നമ്മൾ വിളിക്കുന്ന രാവിലെ ആകട്ടെ നമുക്ക് വിളിക്കാം. അപ്പം ഇവളുടെ ഹസ്ബൻഡ് ചെന്നെല്ലാം പിടിച്ചെടുത്തോണ്ടൊക്കെ വന്നു അവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ നിന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ആത്മാവിന്റെ വില നിനക്കറിയത്തില്ലേ, സ്തോത്രം നീ വിളിക്ക്. ഞാൻ പെട്ടെന്ന് അവളുടെ നിന്ന് ഫോൺ നമ്പർ മേടിച്ചു ആ മനുഷ്യനെ വിളിച്ചു. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഇല്ല, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല മുന്നോട്ട് പോകാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞു. എനിക്ക് മരിച്ചാൽ മതി, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ ബിസിനസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കടം കൊണ്ട് എനിക്ക് ഹല്ലേലൂയ നിൽക്കാൻ വയ്യ, എൻ്റെ കുടുംബത്തിന് എന്നെ വേണ്ട. ഹല്ലേലൂയ ഞാൻ പ്രയാസപ്പെട്ടതും ഞാൻ പ്രവർത്തിച്ചതും എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയതും ഒക്കെയും എനിക്ക് വളരെ ഹല്ലേലൂയ സ്തോത്രം നഷ്ടമായി പോയി. ഇന്ന് എനിക്ക് മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ ആർക്കു വേണ്ടി കുറെ പറഞ്ഞു. ദൈവമക്കളെ പറയട്ടെ, 1:15 വരെ സുവിശേഷം പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ ഇന്ന് വരെ കാണാത്ത ഒരു വ്യക്തി നിന്റെ ജീവിതത്തിൽ കടന്നു വരും. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് നിന്റെ ദൈവമാണ്, അത് നിന്നെ സൃഷ്ടിച്ച കർത്താവാണ്. ഞാൻ അടുത്ത ബുധനാഴ്ച അവിടെ വരും. അതുവരെ നീ ഹല്ലേലൂയ ഈ യേശുവേ എന്ന് വിളിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിച്ചിട്ട് നീ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഏതായാലും ദൈവ കൃപയാൽ അവൻ അവിടെ കിടന്നുറങ്ങി. ഞാൻ ബുധനാഴ്ച ചെന്നപ്പോൾ അവൻ വാതുക്കൽ കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചെന്ന് വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് വീണ്ടും ഇവനോട് വചനങ്ങൾ പറയാൻ തുടങ്ങി, യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. യേശു ദൈവമാണെന്നും യേശു എന്തിനു വേണ്ടി വന്നെന്നും യേശുവിന്റെ കാൽവറിയുടെ യാഗത്തെക്കുറിച്ചും അത് നിനക്ക് വേണ്ടിയിട്ടാണെന്നും ഒക്കെ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു മരണത്തെ കൈവരിച്ചാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്നും ഒക്കെയുമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു, നീ യേശുവിനെ വിശ്വസിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന എൻ്റെ കൂടെ ഏറ്റുപറയണം. പറയാം മാഡം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു. ഉള്ളി പ്രാർത്ഥനയെല്ലാം പറഞ്ഞു, കരഞ്ഞു ഒക്കെ ചെയ്തിട്ട് ഹല്ലേലൂയ ആമേൻ പറഞ്ഞ് ഏകദേശം 2-2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും കടന്നു വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മുരുക? എന്ന് പറഞ്ഞു, ആത്മഹത്യ എന്നുള്ള ടെൻഡൻസി എന്നെ വിട്ട് പോകുന്നില്ല മാഡം. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ ഞാൻ അങ്ങ് തളർന്നു പോകും. സ്തോത്രം. എന്റെ അകത്ത് ശത്രു ഒരു ഭയം കൊണ്ടിട്ടു, ഇവൻ ഇന്നും പറഞ്ഞിട്ട് ഞാൻ പോയി കഴിയുമ്പം പോയി മരിച്ചു കളയുവോ എന്നൊക്കെയുള്ള ഒരു ഭയം എൻ്റെ അകത്ത് വന്നു. ഞാൻ അടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കർത്താവിനോട് മുറിക്കകത്ത് കയറി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഈ രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കില്ല. സ്തോത്രം. എന്റെ സ്പെഷ്യലിസ്റ്റിനല്ലേ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു കഴിവുമില്ല പച്ച. എനിക്കറിയാവുന്നത് ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കി. ഇനി നീ പ്രവർത്തിച്ചാലേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണം? ഇനി കുറെ അന്യഭാഷ പറഞ്ഞത് കൊണ്ട് കാര്യം നടക്കുമോ? സ്തോത്രം. ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ പോയി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. നീ അവന് വേണ്ടി പ്രാർത്ഥിക്ക്. വിളിച്ചിരുത്തി പായിട്ടു. അവനും വന്നിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പായിൽ ഞാനും ഇരുന്ന് മുട്ടുമടക്കിരുന്നു. ഒരക്ഷരം അവനോട് ഞാൻ മിണ്ടിയില്ല. ഞാനിരുന്ന് അവന് വേണ്ടി കരയാൻ തുടങ്ങി.
കർത്താവെ മുരുകനെ രക്ഷിക്കണം. കർത്താവെ മുരുകന്റെ കുടുംബത്തെ നീ ഹല്ലേലൂയ ക്രമീകരിക്കണം. അവന്റെ ബിസിനസ് തുടങ്ങുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം. അവന്റെ കടഭാരം ഞാൻ എന്റെ വിഷയം പോലെ എടുത്ത് മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ഹല്ലേലൂയ കുറെ കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിച്ച എണ്ണ എടുത്ത് അവന്റെ തലയിലോട്ട് വെച്ചിട്ട് അവനെ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ വായിൽ അന്യഭാഷ ഇങ്ങനെ വരാൻ തുടങ്ങി. അന്യഭാഷ വരുന്നതല്ല, ഈ അമ്പലത്തിൽ ചൊല്ലുന്ന ചൊല്ലുപോലെ വരാൻ തുടങ്ങി. ഇത് ചെന്ന് നിൽക്കുന്നത് ഒരു പിശാചിന്റെ നാമത്തിലാ വന്ന് നിൽക്കുന്നത്. സ്തോത്രം. ഈ ഞാൻ അന്യഭാഷ വന്ന് നിൽക്കുമ്പം എന്റെ വായിൽ വരുന്നത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഒരു ഹൈന്ദവ നാമം. എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ അവിടെ പുട്ടിച്ചെന്നെ നിർത്തുക, ഇല്ല ബ്രേക്ക് ഇട്ട് നിർത്തുന്ന പോലെ ഞാൻ അവിടെ നിർത്തും. പിന്നെയും ഞാൻ പറയും, പിന്നെ ഇത് തന്നെ 3 പ്രാവശ്യമായപ്പോ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു, ഈ നാമത്തെ വിളിച്ച് പറയുന്നത് ആരാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ 56 വർഷം കൊണ്ട് ആ നാമത്തെ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ ആളുടെ ഭക്തനാണ് ഞാൻ. സ്തോത്രം. സ്തോത്രം. എല്ലാരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞ അതിന്റെ തൃശൂലം നിന്റെ നെഞ്ചത്ത് തറച്ചു നിർത്തിയിരിക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. നീ ഈ സേവിച്ചു വന്നവൻ തന്നെ അതിന്റെ തൃശൂലത്തെ കൊണ്ട് കുത്തി ഹല്ലേലൂയ നിന്നെ കൊന്നുകളയുവാൻ, നിന്നെ മരണത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു നിന്നെ വിടുവിക്കുവാൻ നിന്റെ അടുക്കലുണ്ട്. നീ ആരെ സേവിക്കും? ഇവൻ ഉറച്ചു നിലവിളിച്ചു, യേശോപ്പച്ചാ എനിക്ക് നീ മതി. പ്രാർത്ഥന കഴിയുന്നത് വരെ ഇവൻ അലറി കരഞ്ഞുകൊണ്ട് യേശോപ്പച്ച എന്നെ രക്ഷിക്കണം, യേശോപ്പച്ച എന്നെ രക്ഷിക്കണം, യേശോപ്പച്ച എന്നെ രക്ഷിക്കണം. കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അവനെ പ്രാർത്ഥിച്ച് ശാസിച്ചു. ദൈവിക വിടുതലിലേക്ക് അവനെ വഴി നടത്തി. അല്ലെങ്കിൽ അവനെ കരയാൻ കുറെ നേരം ഞാൻ അനുവദിച്ചു. അല്ലെങ്കിൽ ആത്മീക ഒരു ശുശ്രൂഷ അവിടെ വെളിപ്പെട്ടു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമെടുത്ത് ആദ്യം പോയി കളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഇല്ല മാഡം, ഞാൻ അതില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, നിന്റെ കയ്യിലുണ്ട്, അത് നിന്റെ കടയിൽ ഇരിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ചിരിച്ചിട്ട് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, ഹല്ലേലൂയ, എടാ അതങ്ങ് എടുത്ത് ഒഴിച്ചു കളഞ്ഞ് വേറെ വല്ലവരും അത് എടുത്തോണ്ട് പോകാതെ, പുള്ളി ഒരു ഹാസ്യമായിട്ട് പറഞ്ഞതാണ്, അതെടുത്ത് ഒഴിച്ചു കളഞ്ഞിട്ട് നീ ഹല്ലേലൂയ അതെടുത്ത് കളയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, അത് കുരുടാനാണ്, അതിനെ ഏത് വിധത്തിൽ നശിപ്പിക്കണമോ അങ്ങനെ നശിപ്പിക്കണം. അപ്പം ഇങ്ങനെയും കൂടെ പറഞ്ഞപ്പോ ഇവൻ വിചാരിച്ചു, എടാ ഇതെല്ലാം ഇവർക്ക് എങ്ങനെ അറിയാം? അത്ഭുതമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം എൻ്റെ ദൈവം. സ്തോത്രം. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലുള്ളതെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്നെങ്കിൽ ഇനി എനിക്ക് അത് വേണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ മതി. ഹല്ലേലൂയ. സ്നാനത്തിന് ഒരുങ്ങിയിരിക്കുക കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കടയിൽ പോയി ഞാൻ ഹല്ലേലൂയ രാത്രി 11:30 മണി ജംഗ്ഷനാണ്. അതുകൊണ്ട് 11:30 മണി കഴിഞ്ഞപ്പോൾ എല്ലാം പൂട്ടിക്കെട്ടി പൊടിയടിച്ച് കിടക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിച്ചു. ഉപ്പ് കൊണ്ട് അവിടെ ഞാൻ ഇട്ടു. ആ കടയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും നിറച്ചെണ്ണത്തിനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെല്ലാം ഉപ്പ് വാരിയിട്ട് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല, എന്ന് വെച്ചാൽ ജംഗ്ഷൻ അല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ആരും എൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും കേൾക്കുന്നില്ല. ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മടങ്ങി വന്നു. 2ാമത്തെ ദിവസം പോയപ്പോൾ, ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ 2ാമത്തെ ദിവസം പോയപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു, ഇതെല്ലാം മാഡം ഞാൻ എടുത്ത് കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, നീ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ ഷണ്ണനോട് ഫിലിപ്പോസ് പറഞ്ഞ വചനമായി എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, യേശുവിനെ നിന്റെ ദൈവമെന്നും നിന്റെ രക്ഷകനെന്നും നിന്റെ സൃഷ്ടികർത്താവെന്നും ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ നിന്നെ വിടുവിക്കുവാനും നിന്നെ ശ്രേഷ്ഠകരമായി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമെന്നും നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്കാകാം. ഞാൻ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവന് ഒരു കുട്ടിച്ചാക്ക് നിറച്ച് ഇത്ര ഉള്ളതിനെ എല്ലാം എടുത്ത് അവൻ കളഞ്ഞു. ഞാൻ പറഞ്ഞു, കഴുകി ശുദ്ധീകരിക്കാൻ പറഞ്ഞു. കടയെല്ലാം വൃത്തിയാക്കി. 3ാമത്തെ ദിവസം പോയി ഒരു 100 രൂപ കൊടുത്ത് അവിടെ അലലിയിരുന്ന ജ്യൂസ് ബോട്ടിലിൽ 2-3 എണ്ണം ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ കടയിലെ കച്ചവടം ഞാൻ വിശ്വാസത്താൽ ഞാൻ ആരംഭിച്ചു, ഇനി നീ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചോളാൻ പറഞ്ഞു. വീട്ടിൽ ഞങ്ങൾ കടന്നു വന്നു. ശനിയാഴ്ച ഞാൻ മടങ്ങി വന്നു. പക്ഷെ എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഒരു 50,000 രൂപ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ കട തുടങ്ങാൻ. ആരാ പ്രവർത്തിച്ചത്? അവൻ ആത്മഹത്യക്ക് അവൻ 2-3 മാസമായി കട അടച്ചിട്ടിരിക്കുക. പുള്ളിക്ക് അറിയാം. അപ്പൊ ഞാൻ എന്തിനു പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ, നമ്മളെ യുദ്ധ
യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എതിരെ വരുന്ന ഹല്ലേലൂയ ചില ആയുധപാണികൾ, ഹല്ലേലൂയ സ്തോത്രം, അതുവരെ ഹല്ലേലൂയ സ്തോത്രം സേവിച്ചു വന്നത്, എന്നിട്ട് കുറച്ച് ഉപ്പെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുവരെ സേവിച്ചു വന്ന ആ അമ്പലത്തിന്റെ നടയെ കൊണ്ടുവന്ന് വിതറാൻ പറഞ്ഞു. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാം. അവൻ ചോദിച്ചാൽ അകത്ത് പോയി ആ വിഗ്രഹത്തിന്റെ മേളിൽ ഇരുന്ന്, ഞാൻ പറഞ്ഞു നീ അകത്ത് പോകണ്ട, പുറത്തിട്ടാൽ മതി, ബാക്കി ദൈവം ചെയ്തോളാം. എന്നിട്ട് ഇത്രയും പറയണം, ഇനിമേൽ എന്റെ പുറകെ വരരുത്, ഞാൻ യേശുവിനുള്ളത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ സ്വർഗ്ഗം മാറ്റുവാൻ തുടങ്ങി, അവന്റെ ജീവിതത്തെ മാറ്റുവാൻ തുടങ്ങി. അവൻ കട ആരംഭിച്ചു. ഇന്നലെ ഹല്ലേലൂയ വിഷുവിന്റെയും മറ്റുള്ള ഉത്സവത്തിന്റെ സമയമാണല്ലോ. ആ കറക്റ്റ് സമയം നോക്കി പിശാച് റോഡ് പണിക്ക് കുഴിക്കുന്നവർ വന്ന് അവന്റെ കടയുടെ ഫ്രണ്ടിൽ കുഴിച്ചിട്ടു. എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ വന്ന് സാധനം മേടിക്കരുത്. പെട്ടെന്ന് അവൻ വിളിച്ചെന്നെ, മാഡം ഇങ്ങനെയാണ് കാര്യം. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നിനക്കൊന്നും ശേഷിക്കാതെ വേണം, എല്ലാം വിറ്റുപോകുമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി 11 മണിയായപ്പോ എനിക്ക് മെസ്സേജ് വരുന്നു, വീണ്ടും കുറെ സാധനങ്ങൾ കൂടെ മേടിച്ച് വ്യാപാരം ചെയ്യും. ശത്രു എത്ര തടസ്സം ചെയ്താലും, എത്ര കുഴി മുന്നിൽ കുഴിച്ചാലും, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നാൽ അതിനെ തടസ്സം ചെയ്യുവാൻ ആരുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഇവിടെ പറയുന്നു, അവൻ കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു, വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല, അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. ശത്രു കിലുകിലുക്കി കാണിക്കും, അവന് അത്രേ കഴിയൂ. പക്ഷെ നമ്മൾ അപ്പോഴത്തേക്ക് ഇവിടെ തളർന്നു പോകുന്നത് അവന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. എന്നാൽ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. നമ്മൾ ഇന്നലെ വരെയുള്ള ഒരു ആത്മീക ജീവിതമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് ഹല്ലേലൂയ ശത്രുവിന്റെ കിലുകിലുക്കത്തിന്റെ മുൻപിൽ അഭിഷേകത്തിന്റെ ഹുങ്കാര പ്രതാപത്തെ നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഭയത്തെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യുദ്ധവീരന്മാരായി നമ്മൾ മാറണം. വീണ്ടും ഇവിടെ പറയുന്നു, ഉഗ്രതയും കോപവും കൊണ്ട് നിലം വിഴുങ്ങുന്നു, കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കുന്നില്ല. സ്തോത്രം. ശത്രുവിന്റെ കാഹളനാദം അവന്റെ ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ അത് അടങ്ങിയിരിക്കുകയില്ല. പിന്നെയോ രാവും പകലും ഹല്ലേലൂയ പ്രാർത്ഥന എന്ന യുദ്ധത്തിൽ, ആരാധന എന്ന യുദ്ധത്തിൽ കയറി നിന്നുകൊണ്ട് ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ, ഒരു ശക്തി മാത്രമല്ല അവിടെ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, പടനായകന്മാരുടെ മുഴക്കം കേൾക്കുമ്പോൾ മുഴക്കത്തിനെ അവൻ മണത്തറിയുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങളെ മണത്തറിയുവാൻ കഴിയുന്ന യുദ്ധവീരന്മാരായി ഈ ദിവസങ്ങളിൽ നാം മാറണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഇവിടെ ഹല്ലേലൂയ നാം വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ പറയുകയാണ്, അവർ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു? ജയം പ്രാപിച്ചു. എങ്ങനെയാണ് അവരെ? ചുമ്മാ അങ്ങ് ആശ്രയിക്കായിരുന്നു. കർത്താവെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുറിക്കാത്ത ചിലപ്പോൾ ചിലർ വന്നിട്ട് പ്രാർത്ഥന പോലും കാണത്തില്ല. ചിലർ വന്നിട്ട് ഹല്ലേലൂയ, ഞാനൊക്കെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടങ്ങ് കയറി കിടക്കും, ചുരുണ്ടങ്ങ് കിടക്കും. സ്തോത്രം. അറ്റ കൈക്ക് സ്തോത്രം. ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ടേ, കളയാൻ പറ്റാത്തത് കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം അവഗണിക്കാൻ പറ്റാത്തത് കൊണ്ടും കർത്താവ് പിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവമേ വിഷയത്തിൽ നിന്ന് വിടുതൽ തരണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നടന്ന യുദ്ധം അങ്ങനെയല്ല. അബീയാവ്, ആ അധ്യായം നിങ്ങൾ മുഴുവനും വായിക്കണം. വായിക്കുമ്പോൾ അവിടെ അബീയാവ് എന്ന യഹൂദയുടെ രാജാവിനോട് ഹല്ലേലൂയ ഇസ്രായേലിന്റെ രാജാവായ യെരോബെയാം യുദ്ധത്തിന് വരികയാണ്. ഹല്ലേലൂയ. യെരോബെയാമിന്റെ കൂടെയുള്ളവർ ഇവരുടെ കൂടെ ഉള്ളവരെയും കാട്ടി ഇരട്ടിയാണ്. അതിന്റെ കണക്കൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് കാര്യമായ കാര്യത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ പകുതിയിൽ നിർത്തി പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത് ആഗ്രഹിക്കാത്തത് കൊണ്ട് പറയാനുള്ളത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. യഹൂദ്യരോട് ദൈവത്തിന് എന്തുണ്ട്? ഒരു ലവണ നിയമം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു. ഒരു ലവണ നിയമം എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ് നിയമം. ഇതിനെ ഹല്ലേലൂയ സ്തോത്ര ആത്മീക അർത്ഥത്തിൽ പറയുമ്പോൾ ഒരിക്കലും പൊട്ടിപ്പോകാത്ത ഒരു നിയമം ദൈവത്തിനും ദാവീദിനും ദാവീദിന്റെ സന്തതികൾക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കും ഒരു നിയമമുണ്ട്.
സ്തോത്രം. നിയമമുള്ളവർ, കയ്യിലുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പുതിയ നിയമത്തിന്റെ ഒരു നിയമം, ഹല്ലേലൂയ, അവന്റെ രക്തത്തിന്റെ ഒരു നിയമം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിനോട് ഉപ്പ് നിയമം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മുടെ മേൽ പകർന്ന നിയമം എന്താണെന്ന് അറിയാമോ? അവന്റെ രക്തം കൊടുത്തൊരു നിയമം. റിഖറമന ശാന്തരേതന. ഹല്ലേലൂയ, ഉപ്പ് നിയമത്തെ, ലവണ നിയമത്തെ പറയുന്നത് അൺബ്രേക്കബിൾ കവണന്റ്, ഒരിക്കലും പൊട്ടിപ്പോകാത്ത ഒരു നിയമമാണെങ്കിൽ അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവ പൈതലെ, എനിക്കും നിനക്കും അവൻ ചെയ്തിരിക്കുന്ന നിയമം, അവന്റെ കാൽവറിയിൽ അവൻ ഒഴിച്ച ചുടിച്ചോരയുടെ രക്തമാണെങ്കിൽ ഒരിക്കലും അത് വിട്ടുമാറുന്നില്ല. ഒരിക്കലും അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ശക്തി കുറഞ്ഞു പോകുകയില്ല. അത് നിന്നെ വിടുവിക്കും, അത് നിന്നെ രക്ഷിക്കും, അത് നിന്നെ സൂക്ഷിക്കും, അത് നിന്നെ യുദ്ധത്തിൽ ജയം പ്രാപിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അങ്ങനെ ഒരു നിയമമുള്ള ദൈവത്തിന്റെ ജനമാകിയ യഹൂദ്യരും ബെന്യാമീൻ ഗോത്രവും ലേവ്യ ഗോത്രവും ഒരു സൈഡിൽ അണിനിരക്കുമ്പോൾ, ഇസ്രായേലിന്റെ മറ്റ് 9 ഗോത്രങ്ങൾ യെരോബെയാമിന്റെ ഹല്ലേലൂയ തലമയിൽ, ഹല്ലേലൂയ നേതൃത്വത്തിൽ വന്ന് യുദ്ധത്തിന് കൂടി വെല്ലുവിളിക്കുകയാണ്. ജീസസ്, ജീസസ്. അതിന്റെ 10-ാം വചനത്തിൽ അബിയാവ് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു. സ്തോത്രം, സ്തോത്രം. ശത്രുവിന്റെ മുൻപിൽ അവൻ വിളിച്ചു പറയുകയാണ്, യെരോബെയാമേ, നീ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ നമസ്കരിച്ചിട്ട് നീ എത്ര ലക്ഷങ്ങളെ കൊണ്ടുവന്നാലും ഞങ്ങളുടെ ദൈവം സർവശക്തനായ യഹോവയായതുകൊണ്ട് നിനക്ക് ഞങ്ങളെ ജയിക്കുവാൻ സാധ്യമല്ല. സ്തോത്രം, സ്തോത്രം. നമ്മൾ ആരാ? നമ്മൾ ആരാ? ഓ, നമ്മുടെ ദൈവം യഹോവയാകുന്നു. നമ്മുടെ ദൈവം ചുടുചോര ചിന്തിത്തന്ന് നമ്മളെ വിലക്ക് വാങ്ങിയവരാകുന്നു. അവൻ ഇപ്പോഴും പിതാവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ഗോത്രങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും എന്നെ രക്തം കൊടുത്ത് ദൈവത്തിന് വിലക്ക് വാങ്ങി. വിലക്ക് വാങ്ങപ്പെട്ടവൻ, അവന്റെ ജീവൻ കൊടുത്ത് വിലക്ക് വാങ്ങപ്പെട്ടവൻ. നമ്മൾ ആരാണ്? ഹുങ്കാര പ്രതാപമുള്ള കുതിരകളാണ്. പേടിച്ച്, ഭയത്തെ പേടിച്ചു പോകുവാനുള്ളവരല്ല, ഭയത്തെ പുച്ഛിച്ചു തള്ളുവാനുള്ളവരാ. ഹല്ലേലൂയ. ശത്രുവിനെ കണ്ട് ഭയപ്പെടുവാനുള്ളവരല്ല, ശത്രുവിനെ എതിർത്ത് നിൽക്കുവാനുള്ളവരാ. ഹല്ലേലൂയ. ശത്രുവിന്റെ ഹല്ലേലൂയ യുദ്ധത്തിന്റെ തന്ത്രങ്ങളെ മണത്തറിയുവാനുള്ളവരാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ വ്യത്യസ്തയാണ്, ഞാൻ വ്യത്യസ്തയാണ്. എന്റെ മുൻപിൽ ഒരു പ്രശ്നവുമില്ല, എന്റെ മുൻപിൽ ജയം മാത്രമേ ഉള്ളൂ. ഉടറമനകസ്യായിരുന്നവർ പ്രഭാതത്തിൽ ദൈവ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാ, നാം ജയിക്കാനുള്ളവരാ. ഇതിൽ കൂടിയിരിക്കുന്ന ദൈവജനമേ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ഈ വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന ദൈവജനമേ, നീ ജയിക്കാനുള്ള വ്യക്തിയാ, നീ ജയിക്കാനുള്ള വ്യക്തിയാ. ശത്രുവിന്റെ തന്ത്രങ്ങളെ മണത്തറിയുവാനുള്ളവളാ. വിഷയങ്ങളെ വലിച്ചു കീറി ദൂരെ എറിയുവാനുള്ളവരാ. ജീസസ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒന്ന്, ഞങ്ങളുടെ ദൈവം യഹോവയാകും. ഉറപ്പ്, വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന്റെ മേലുള്ള ഉറപ്പ്. 2, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. സ്തോത്രം, സ്തോത്രം. അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി മനുഷ്യരെടുക്കെ പോകും. സ്തോത്രം. ഒരു സാമ്പത്തിക പ്രശ്നം വന്നാൽ ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോകും. ഹല്ലേലൂയ. എവിടെങ്കിലും ഒരു ഹല്ലേലൂയ പഴുതുണ്ടെങ്കിൽ അവിടേക്ക് പോയി അല്പം കടവും കൂടെ മേടിക്കും, വീണ്ടും കടക്കണേ. എന്നാൽ ഹല്ലേലൂയ അവനെ ഉപേക്ഷിക്കാതെ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തവന്റെ മുമ്പിൽ ഒന്ന് താണിരിക്കുവാനുള്ള സഹിഷ്ണുത നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മളെ വഴി നടത്തുന്ന അവന്റെ അദൃശ്യകരം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ പറയുന്നു, ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. പ്രമാണം വിളിച്ചു പറയുകയാ. യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ശത്രുവിനോട് വിളിച്ചു പറയുകയാ, ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. അടുത്തത് 3-ാമത് പറയുന്നു, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. സ്തോത്രം. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും സ്വന്തം ജനവും വിശുദ്ധ വംശവുമായിരിക്കുമ്പോൾ, രാജകീയ പുരോഹിത വർഗമായിരിക്കുമ്പോൾ, നാം നമ്മുടെ ഭവനത്തിനകത്ത് പുരോഹിത ശുശ്രൂഷ ചെയ്യണം.
പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, നാം അവന്റെ ആത്മീക ഗ്രഹത്തിലെ ആത്മീക ശുശ്രൂഷകരല്ലോ. ഇത് ഒരു വ്യക്തിക്ക് തന്നെ കൊടുത്തിട്ടുള്ളതല്ല. നീ രക്ഷിക്കപ്പെട്ടവളാണോ? നീ രക്ഷിക്കപ്പെട്ടവനാണോ? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണോ? നീ രാജകീയ പുരോഹിത വർഗമാ. നിന്റെ സ്തോത്രങ്ങളും നിന്റെ സ്തുതിയും ധൂപമായി എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശുശ്രൂഷയിൽ അവൻ ഹല്ലേലൂയ പ്രസാദിക്കുന്നു. ശുശ്രൂഷകന്മാർ, പുരോഹിത ശുശ്രൂഷന്മാർ ഞങ്ങൾക്കുണ്ട്. എന്താ ഹല്ലേലൂയ ഫേബെ ആന്റി, ഹല്ലേലൂയ ഈ കൂട്ടായ്മയോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ ഇതിനകത്തുണ്ട്. ആത്മാവോരോ ഭവനങ്ങൾക്കകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു. ഈ ദിവസങ്ങളിൽ നിന്ന് ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ഓരോരുത്തരെയും കരം പിടിച്ചുയർത്തുന്ന ദൈവം നിങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം, സ്തോത്രം. പുരോഹിതന്മാർ ഞങ്ങൾക്കുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ലേവ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു. സ്തോത്രം. അവർ വേറൊരു വേലയ്ക്കല്ല ലേവ്യർ പോകുന്നത്. അന്ന് സമാഗമന കൂടാരത്തിൽ വെച്ച് സീനായുടെ മുകളിൽ വെച്ച് പുരോഹിതന്മാർക്ക് കൊടുത്ത അതേ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഹല്ലേലൂയ സ്തോത്രം നിയമിക്കപ്പെട്ട അഹരോന് കൊടുത്ത നിയമങ്ങളെ പാലിച്ചു നിൽക്കുന്ന ലേവ്യർ. ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കാകെ യാഗം കഴിക്കപ്പെട്ട കാൽവറിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായി ഉള്ളത് കൊണ്ട് നിങ്ങൾ അവനെ തന്നെ ശ്രദ്ധിച്ചു നോക്കുവീൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീൻ. ഓ കൃപ നീ യുദ്ധക്കളത്തിലാണോ? നീ ശ്രദ്ധിച്ചു നോക്കേണ്ടവനെ നോക്കിക്കൊണ്ട് നീ ചെയ്യേണ്ട ശുശ്രൂഷകളെ ചെയ്യുമ്പോൾ, നീ പാലിക്കേണ്ട നിയമങ്ങളെ പാലിക്കുമ്പോൾ ഇത് അവൻ ജയവീരനായി നിന്റെ ജീവിതത്തിൽ എഴുന്നള്ളി വരും. സ്തോത്രം. അടുത്തതായി പറയുന്നു ഹല്ലേലൂയ അവർ ദിനം പ്രതി രാവിലെയും വൈകുന്നേരം യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപം അർപ്പിക്കുന്നു. ഹോമയാഗം, കത്തുന്ന യാഗം, പരിമള ധൂപം. ഹല്ലേലൂയ സ്വർഗം മണത്തു നോക്കുന്ന പ്രാർത്ഥന. ഹോമയാഗം, കത്തുന്ന യാഗം, കത്തിക്കുകയാ. രാവിലെയും വൈകുന്നേരം നമ്മളെ കത്തിക്കണം. ഹല്ലേലൂയ കർത്താവേ, നിന്റെതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട, നിന്റെ ഇഷ്ടമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കത്തിക്കുവാനൊന്ന് ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ കത്തിച്ചാമ്പലാകുമ്പോൾ അതിലിരുന്ന് നമ്മളെ എടുത്തു നിർത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? വക്രതയുള്ള ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടതിന് ദൈവം നിങ്ങളെയും എന്നെയും നക്ഷത്രങ്ങളായി ഭൂമിയിൽ നിർത്തുകയാണ്. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്ന് നെഞ്ചി തൊട്ട് പറഞ്ഞാട്ടെ, ഞാനൊരു സാധാരണക്കാരനല്ല, സാധാരണക്കാരിയല്ല. ഞാൻ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവ പൈതലത്തെ. ഹല്ലേലൂയ സ്തോത്രം. ഓടിപ്പോകട്ടെ. അടുത്തതായിട്ട് പറയുന്നു ഹല്ലേലൂയ കാഴ്ചയപ്പം വിശുദ്ധ മേശമേൽ വെക്കുന്നു. സ്തോത്രം. കാഴ്ചയപ്പം, ദൈവവചനം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ ഹല്ലേലൂയ ഹൃദയമാകുന്ന പലകകളിൽ അടുക്കി വെച്ചുകൊണ്ട് അതിനനുസരിച്ചൊരു ദൈവിക കൃപയ്ക്കൊത്തവണ്ണമുള്ള ജീവിതം, വചനം അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം, ദൈവവചനം എന്ന വാൾ കയ്യിലെടുത്തുകൊണ്ടൊരു ജീവിതം, അതിന് കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്കത് അടുക്കി വെച്ചു തരും. കാഴ്ചയപ്പം മേശമേൽ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ. ദൈവസന്നിധിയിലിരുന്ന് വചനം പഠിക്കണം. വചനം പഠിക്കുമ്പോൾ അതിനകത്തു നിന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ പകരേണ്ടതിനെ സ്വർഗം പകർന്നു തരികയാ. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ജയം നമുക്കുള്ളത്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും അവിടെ പറയുന്നു, പൊന്നില വിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു. വൈകുന്നേരം ഇരുട്ടാകുന്ന സമയം. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിന്റെ ഇരുട്ടിന്റെ മുൻപിൽ നീ ഒരു വിളക്കായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ. അത് പറയും കീഴിൽ ഇരിക്കാനുള്ളതല്ല, കട്ടിലിന്റെ കീഴിൽ വെക്കാനുള്ളതല്ല, പിന്നെ എവിടെ ആയിരിക്കണം? അത് എല്ലാവരും കാണെ പ്രകാശിക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. നിന്നെ വെളിച്ചമാക്കിയെങ്കിൽ അത് പറയും കീഴിൽ, പറയ്ക്കകത്ത് എന്താ ഉള്ളത്? നെൽമണി അല്ലെ, ധാന്യം സൂക്ഷിക്കുന്നതാണ് പറ. ഈ ആഹാരത്തിന്റെ പുറകെ നമ്മൾ പോകുന്നതല്ല. കുറെ കഴിക്കുക,
കർത്താവ് എന്നെ സൂക്ഷിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് പോയി കട്ടിലിൽ കിടക്കുക. ഇതാണ് കട്ടിലിൽ കീഴെയും പറയും കീഴിലും എന്ന് പറയും. നമ്മുടെ ജീവിതം ഇത് രണ്ടിലായി പോകരുത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയം നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കേണ്ട സമയം നമ്മൾ ഉപവസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മൾ പ്രകാശിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കത്തിക്കൊണ്ടിരിക്കണം. ലോകത്തെ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, ലോകത്തെ അന്ധതമസ് വ്യാപരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നാമാകുന്ന വിളക്ക് പ്രകാശിക്കുകയാണെങ്കിൽ അനേകർ യേശുവിങ്കലേക്ക് കടന്നു വരും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെയും എന്താണ്? ദൈവത്തിന്റെ ആജ്ഞയാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇതെല്ലാം പ്രമാണിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്നത് പോലെ ശത്രുവിനെതിരെ അബിയാവ് വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ വാക്കുകളെ, ഞങ്ങൾ ആജ്ഞകളെ, ഞങ്ങൾ കൽപ്പനകളെ അനുസരിച്ചാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിട്ട് അവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കാളക്കുട്ടിയെ നമസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ജയം യരോബയാമേ, നീ ഞങ്ങളോടല്ല യുദ്ധം ചെയ്യുന്നത്, നീ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവത്തോട്. രഹസ്യ സ്തോത്രം. നമുക്ക് വരുന്ന പ്രതികൂലങ്ങൾ എന്താ? നമ്മളോടല്ല, നമ്മുടെ കർത്താവിനും. സ്തോത്രം. പ്രതികാരം യഹോവയ്ക്കുള്ളത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, തിന്മയെ നന്മ കൊണ്ട് വെല്ലുവീൻ, പ്രതികാരം ദൈവത്തിനുള്ളത്. ദരമനഗസ്യ അദരേതന അദര പ്രൗഢപരികതരമനഗ ശാന്തരേതന അദരാധനാദര ഹംദൽ പ്രൗഢപരികസ്യ. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായ ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനിക്കാഹളങ്ങളോടുകൂടെ അവന്റെ പുരോഹിതന്മാരുമുണ്ട്. ഇസ്രായേല്യരെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ കൃതാർത്ഥരാകയില്ല. ഇന്ന് നമ്മുടെ വിഷയങ്ങളെ നോക്കി ഒന്ന് പറയാം. രോഗമാണോ നമ്മുടെ വിഷയം? മുന്നോട്ടുള്ള ഭാവിയാണോ നമ്മുടെ വിഷയം? സാമ്പത്തിക മണ്ഡലമാണോ വിഷയം? എന്താണ് നിന്നോട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത്? തരികയില്ല, നിന്നെ മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് എന്താണ് വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാവിലെ വചനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ പ്രമാണത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രമാണത്തോടെ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ അവൻ നിനക്ക് തലവനായിരിക്കും. അവൻ നിന്റെ കാര്യങ്ങളെ സാധിപ്പിക്കും. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിനക്കെതിരെ വരുന്ന യാതൊന്നും കൃതാർത്ഥമാകാതെ വണ്ണം, ഫലിക്കാതെ വണ്ണം നിന്നെ വിടുവിക്കുകയും നിന്നെ രക്ഷിക്കുകയും നിന്നെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ഒരുവൻ നിനക്ക് തലവനായുണ്ട്. ഉടരമനഗസ്യ 75 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരുവനെ താഴ്ത്തുന്നു, ദൈവം ഒരുവനെ ഉയർത്തുന്നു. ദുഷ്ടന്മാരുടെ കൊമ്പ് ഒടിഞ്ഞു പോകും, നീതിമാന്മാരുടെ കൊമ്പ് ഉയർന്നു നിൽക്കും. രക്തത്താജയം വിഷയങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം ഒന്ന് വെല്ലുവിളിക്കാം, തിരിച്ചൊന്ന് വെല്ലുവിളിക്കാൻ നാം തയ്യാറാണോ? നമ്മുടെ വിഷയങ്ങളെ നോക്ക്. നമ്മളെ കണ്ണുനീരിൽ ആഴ്ത്തുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന, നമ്മളെ ഹല്ലേലൂയ സ്തോത്രം പുറകോട്ട് വലിക്കുന്ന, നമ്മളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത, നമ്മളെ ഹൃദയത്തെ ഏകാഗ്രതയാക്കാൻ സമ്മതിക്കാതെ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതു വിഷയമായാലും തിരിഞ്ഞൊന്ന് വെല്ലുവിളിക്കുവാൻ അബിയാവ് വെല്ലുവിളിച്ചതുപോലെ ഹല്ലേലൂയ ഒന്ന് വെല്ലുവിളിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ അടുത്ത ആഴ്ച സാക്ഷികളുടെ ഒരു സമൂഹം ഇതിൽ നിന്ന് ഉയരുക തന്നെ ചെയ്യും. ഉടറമനക ശാന്തരേതന ദൈവാത്മാവിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ. ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഒരു കൂമ്പാരം ഇവിടെ നിരത്തി വെച്ചെങ്കിൽ അടുത്ത ആഴ്ച പ്രഭാതത്തിൽ സാക്ഷികളുടെ ഒരു കൂമ്പാരം രമനക ശാന്തരേതന എതിർത്തു നിന്നവൻ തോറ്റോടിപ്പോ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ദൈവിക വിടുതലിന്റെ സാക്ഷ്യത്തിന്റെ ശബ്ദം ഇതാ എന്റെ കാതുകളിൽ ധ്വനിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശത്രുവിനെ എതിർത്ത് നിൽക്കുവാൻ ഒരു ഹുങ്കാര പ്രതാപത്തിന്റെ അഭിഷേകം ജനത്തിന്റെ മേൽ വരുമാറാകട്ടെ. ജീസസ്. ഹല്ലേലൂയ. ഒരു ഭാഗവും കൂടെ പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറയുകയാണ്, അവൻ യഹോവയെ ആശ്രയിച്ചു. താഴോട്ട് പറയുമ്പോൾ ദൈവം തന്നെ അവിടെ ഇറങ്ങി വന്ന് സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ടിന്റെ കഥ ശത്രു അവിടെ ചെയ്യുന്ന എന്താണെന്നറിയാവോ? മുന്നിൽ കൂടെ വന്നത് പറഞ്ഞിട്ട് പുറകെ കൂടെ എല്ലാ ഭാഗത്തും ഇവരെ അടച്ചു.
പക്ഷെ ഇവരാർപ്പിട്ടു. ആർപ്പോടെ കാഹളധ്വനി മുഴക്കി ദൈവത്തോട് നിലവിളിച്ചു കരഞ്ഞു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ വിടുവിക്കണം. ദൈവം അവിടെ അവർക്ക് ജയം കൊടുത്തു. ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം. 76-ാം സങ്കീർത്തനത്തിനകത്ത് ഹല്ലേലൂയ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹൂദയിൽ ദൈവം പ്രസിദ്ധമാകും. സ്തുതിക്കുന്നവന്റെ നടുവിൽ ദൈവം പ്രസിദ്ധമാകും. ഈ കൂട്ടായ്മ സ്തുതിക്കുന്ന കൂട്ടായ്മയാണ്. ഇതിന്റെ നടുവിൽ ദൈവം പ്രസിദ്ധമാകും. ഇത് ലോകമറിയും. ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. ഇതിൽ പ്രാർത്ഥിച്ചാൽ അവർ ശത്രുവിനെ എതിർത്തു നിൽക്കുന്നവരോ അവർ ദൈവത്തിന്റെ ജനമായെന്ന് ദൈവത്തെ പ്രസിദ്ധമാക്കത്തക്കവണ്ണം സ്വർഗം ഹല്ലേലൂയ വിശാലതയിലേക്ക് നടത്തുകയാ. ഇതുവരെ പോലല്ല, ഇനി ഒരു ഡൈവേർഷൻ ദൈവം ചെയ്യുകയാ. വെളിപ്പാടിന്റെ കലവറ തന്റെ ജനത്തിന്റെ മേൽ ദൈവം തുറക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാടിന്റെ കലവറ ദൈവം തുറക്കുകയാ. ചിലത് കണ്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, ചിലത് കണ്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആരാധിപ്പാൻ, ചിലത് കണ്ടുകൊണ്ട് വചനം ശുശ്രൂഷിച്ച് ദൈവ ജനത്തോട് വിളിച്ചു പറയത്തക്കവണ്ണമുള്ള വെളിപ്പാടിന്റെ ആത്മാവിനെ വെളിപ്പാട് ദൈവം ചിലരുടെ മേൽ തുറന്നു തരികയാണ്. സ്തോത്രം. ഓ സ്തോത്രം. പ്രസിദ്ധമാകുന്നു. അടുത്തത് അവിടെ പറയുന്നു, ശാലേമിൽ ഒരു കൂടാരവും സിയോനിൽ അവന്റെ വാസസ്ഥലവുമായിരിക്കുന്നു. അവിടെ വെച്ച് അവൻ അവന്റെ വില്ലിന്റെ മിന്നുന്ന അമ്പുകളെയും യുദ്ധങ്ങളെയും പരിചയം തകർത്തു കളഞ്ഞു. സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മളെ എന്തിനാ കൂട്ടി വരുത്തിയിരിക്കുന്നത്? നമ്മളെ എന്തിനാ ഈ ഹല്ലേലൂയ പ്രഭാതത്തിൽ കൂട്ടി വരുത്തിയത്? ഇതിന്റെ നടുവിൽ അവന്റെ ശാലേമാ, അതിന്റെ നടുവിൽ അവന്റെ കൂടാരമാ, ഇതിന്റെ നടുവിൽ അവന്റെ നിവാസമാ, അവന്റെ വാസസ്ഥലമാ. ഇതിൽ അവൻ വസിച്ചു കൊണ്ടിരുന്നിട്ട് ഹല്ലേലൂയ നിനക്കും എനിക്കും എതിരായി ഹല്ലേലൂയ ഉയർന്നു വരുന്ന ശത്രുവിന്റെ വില്ലിന്റെ മിന്നുന്ന അമ്പുകളെയും യുദ്ധത്തെയും ഹല്ലേലൂയ സ്തോത്രം പരിചയം അവൻ തകർത്തു കളയും. സ്തോത്രം. ഇനി അവനില്ല, ഇനി അവനില്ല, ഇനി അവനില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഇനി അവനില്ല. ജീസസ്, ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ശരി, പിശാച് യുദ്ധം ചെയ്യുന്നത് ശരി, പിശാച് ഹല്ലേലൂയ സ്തോത്രം അമ്പൊക്കെ ഉള്ളത് ശരി, ഈ പരിചയം എന്തുവാ കർത്താവേ? നീ ഞങ്ങളുടെ പരിചയല്ലേ, പിന്നെ അവന് പരിചയം എന്തിനാ കർത്താവേ? കർത്താവ് എന്നോട് പറഞ്ഞു, എടീ കൊച്ചെ, നിന്റെ പ്രാർത്ഥനയൊന്നും എന്റെ അടുക്കലോട്ട് വരാതിരിക്കാൻ ഇവൻ തടസ്സം ചെയ്യും. 2, നീ അവന്റെ നേരെ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് അവന്റെ മർമ്മത്ത് കൊള്ളാതിരിക്കാൻ തടസ്സം ചെയ്യും. 2 കാര്യം. ഇത് രണ്ടും നമ്മുടെ തോൽവിയാണ്. എന്ത് ചെയ്യണം? ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇവന്റെ പരിചയം തകർക്കാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്നെ മറ്റൊരു വചനത്തിലേക്ക് കൊണ്ടുപോയി. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നു, 7-8 വചനത്തിൽ പറയുന്നു, വിരോധി നിങ്ങളെ കുറിച്ച് ഹല്ലേലൂയ തിന്മ വക തേടിയിട്ട് ലജ്ജിച്ചു പോകേണ്ടതിന് നിങ്ങൾ സൽപ്രവർത്തികളിൽ മാതൃകയുള്ളവരായിരിക്കും. തിന്മ, അവൻ തിന്മ നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും തിന്മ വരുന്നോ? നീ ചെവിയിൽ തിന്മ കേൾക്കുന്നോ? നിന്റെ കണ്ണ് തിന്മ കാണുന്നോ? നിന്റെ ഹൃദയം തിന്മ ചിന്തിക്കുന്നോ? എവിടെങ്കിലും അല്പം ഒരു കുശുമ്പ്, ഒരു ചെറിയൊരു ഏഷണി. ഞാനങ്ങനെ ദ്രോഹമായിട്ട് പറഞ്ഞതല്ല, ചുമ്മാ പറഞ്ഞ കൂട്ടത്തിൽ അവളെ പറ്റി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. മതി, പിശാചിന് അത് മതി. അവന്റെ കയ്യിലിരിക്കുന്ന പരിചയം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വരുന്ന തിന്മ അവൻ ഉയർത്തി കാണിക്കും. നമ്മൾ പ്രാർത്ഥിച്ചിങ്ങനെ കയറി വരുമ്പോ പിശാചിനെ തകർത്തെന്ന് പറയുന്നത് വരുമ്പോൾ അവൻ ഇതെടുത്തങ്ങ് പോക്കി കാണിക്കും. ഇപ്പൊ ആര് ലജ്ജിച്ചു പോയി? നമ്മൾ ലജ്ജിച്ചു. കാര്യം സാധിക്കണം. പിശാചിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നിന്നിൽ തിന്മ കാണരുത്, നിന്നെ തിന്മ കാണരുത്. നിന്നെ അവൻ വക തേടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ലജ്ജിച്ചു പോകണം. അതുപോലുള്ള സൽപ്രവർത്തികളിൽ മാതൃകയായിരിക്കാൻ പൗലോസ് ഉപദേശിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒന്നുകൂടെ ഒന്ന് മാനസാന്തരപ്പെടാൻ ഏൽപ്പിക്കാമോ? ഏവരെയും തികഞ്ഞവരാക്കേണ്ടതിന് ക്രിസ്തു എന്ന മർമ്മം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പറയും, മനുഷ്യനല്ലേ, എല്ലാരും തികഞ്ഞവരൊന്നും അല്ലല്ലോ, ഇച്ചിരിയൊക്കെ വന്നു പോകും. ഇല്ല ദൈവമക്കളെ, നമ്മൾ ആ കൂട്ടത്തിലുള്ളവരല്ല. ക്രിസ്തുവിന്റെ മർമ്മം അകത്തു കയറിയവർ തികഞ്ഞവരായി നിൽക്കത്തക്കവണ്ണം, സ്തുതിക്കുന്നവരായി നിൽക്കത്തക്കവണ്ണം, ആജ്ഞ പ്രമാണിച്ച് യുദ്ധത്തിൽ നിന്ന് ജയിക്കത്തക്കവണ്ണം, നീ എയ്യുന്ന അമ്പുകൾ അവന്റെ മർമ്മത്ത് കൊള്ളത്തക്കവണ്ണം, നീ എയ്യുന്ന ഈ അമ്പുകൾ സ്വർഗത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം സിംഹാസനത്തിൽ ചെന്ന് നിന്റെ മറുപടിയുമായി തിരിച്ചു വരത്തക്കവണ്ണം നീ പ്രാപ്തയാകണമെങ്കിൽ
ഒന്നുകൂടെ ഒന്ന് കഴുകുവാൻ, ഒന്നുകൂടെ ഒന്ന് മാനസാന്തരപ്പെടുവാൻ. ഞാൻ യോഗ്യല്ല കർത്താവ്, എന്നെ തികഞ്ഞവളാക്കണം. എന്നിൽ നിന്ന് എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞോ അറിയാതോ വരുന്നതുണ്ടെങ്കിൽ, എൻ്റെ ജന്മനാ സ്വഭാവമുണ്ടെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ടു ദൈവകൃപയില കൂട്ടായ്മയില അഭിഷേകം പ്രാപിച്ചതാ എങ്കിലും ചില സ്വഭാവങ്ങളൊന്നും എനിക്ക് വിടാൻ പറ്റുന്നില്ല കർത്താവെ. അതെല്ലാം എന്നിൽ നിന്ന് പൂർണ്ണമായി നീക്കി ഞാൻ ശത്രുവിന്റെ കയ്യിലെ ഒരു പരിചയമായി മാറാതെ വണ്ണം സ്വർഗം എന്നോട് മനസ്സലിഞ്ഞ് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് യുദ്ധം ഒരു വിഷയമല്ല. ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ ആജ്ഞ പ്രമാണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ജയം ഉറപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. നീ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നിൽ കൂടി ദൈവം പ്രസിദ്ധമാകുക തന്നെ ചെയ്യും. എന്നാൽ അവന്റെ ഹല്ലേലൂയ, സ്തോത്രം, ശത്രുവിന്റെ സകലത്തെയും തകർത്തെറിയണമെങ്കിൽ നീ ഒന്നുകൂടെ ക്ലിയർ ആകണം. ഉടാറമനകശാന്തരേതന, ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആകണം. ഉടാറമനകസ്യ രഗതരമനക, എന്നെയും കൂടെ ചേർത്ത പറയുന്നത് ദൈവജനമേ. അനുദിനവും അനുനിമിഷവും അബിയാവ് പറയുകയാണ്, രാവിലെയും വൈകിട്ടും ഞാൻ ഹോമയാഗവും ഹല്ലേലൂയ പരിമള ധൂപവും അർപ്പിക്കുന്നു. ഒന്ന് കത്തുന്ന യാഗമായി, കത്തിച്ചാമ്പലാക്കുന്ന യാഗമായി. വേണ്ട കർത്താവെ, നീ അല്ലാതെ എനിക്ക് വേറെ എന്നും വേണ്ട. ഹല്ലേലൂയ, എന്നെ കത്തുവാൻ ഏൽപ്പിക്കുന്നു, എന്നെ ചാമ്പലാക്കുവാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ അകത്തുള്ളതെല്ലാം, നിനക്ക് ഹിതമില്ലാത്തതെല്ലാം ഞാനൊന്ന് ചാമ്പലാക്കുവാൻ ഏൽപ്പിക്കുന്നു. എന്നെ നിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി, ഹല്ലേലൂയ, ശത്രുവിനെ തകർത്തെറിയുന്ന ആയുധമാക്കി എന്നെ തീർക്കണമേ. സമർപ്പിക്കുന്ന കർത്താവേ, എത്ര പേർ സമർപ്പിക്കും? ഈ പ്രഭാതത്തെ ദൈവം നിന്നെ ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകും. നിന്റെ ജീവിതത്തിൽ ചില നന്മകളുടെ വഴികളെ തുറക്കാൻ പോകുകയാണ്. എത്ര പ്രയാസപ്പെട്ടിട്ടും ചില കാര്യങ്ങൾ നടക്കാതെ വണ്ണം ഹല്ലേലൂയ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് നിരാശപ്പെട്ട മണ്ഡലത്തിലിരിക്കുന്ന ചില വ്യക്തികളോടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നീ ഒന്ന് നിന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ തയ്യാറായാൽ, നിന്നിലുള്ള സകലത്തെയും ഒന്ന് ചാമ്പലാക്കുവാൻ തയ്യാറായാൽ, നിന്നെ ഒരു ഹോമയാഗമായി അർപ്പിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ മേൽ പകരുന്ന അഭിഷേകത്തിനാൽ ചില മുഖങ്ങൾ തകർന്നു പോകുകയാ, ചില വഴികൾ ഓപ്പൺ ആകുക, ചില ഓടാമ്പലുകൾ തകർന്നു പോകുകയാ, നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങൾ നിരപ്പാകാൻ പോകുകയാ, മറഞ്ഞിരിക്കുന്നത് നിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ പോകുകയാ. സ്വർഗകരങ്ങളിൽ ഏൽപ്പിക്കാമോ? പറ, ഞാൻ എൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ജയമുണ്ട്, അതുകൊണ്ട് എനിക്ക് ജയമുണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ ആജ്ഞ പ്രമാണിച്ച് നിൽക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു പ്രാഗൽഭ്യം ഇന്ന് നിന്റെ മേൽ കടന്നു വരുന്നെങ്കിൽ നീ ജയം പ്രാപിക്കുക തന്നെ ചെയ്യും. കർത്താവേ, രക്ഷകനെ, അങ്ങയുടെ കരങ്ങളിൽ നിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. അപ്പാ, ദൈവവചനം അവരുടെ ഹൃദയത്തിൽ വിടുതലായി, അനുഗ്രഹമായി, മാനസാന്തരമായി, വിശുദ്ധിയായി, ഹല്ലേലൂയ അഭിഷേകത്തിന്റെ വലിയൊരു ഹുങ്കാര പ്രതാപമായി തീരുവാൻ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ജനത്തെയും അടിയനെയും ഒരുപോലെ ഏൽപ്പിക്കുന്ന കർത്താവേ, മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ നിന്റെ കർത്തവ്യത്തെ, നിന്റെ പ്രവർത്തി കാണുവാൻ സഹായിക്കണമേ. സാക്ഷികളുടെ കൂമ്പാരം എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഹല്ലേലൂയ ഭൂമിയെങ്ങും പ്രസിദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തൃദാസിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നും ബലപ്പെടുത്തണമേ. അനേകരെ ഇതിൽ നിന്ന് ഇന്നും വീണ്ടും എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഐക്യതയോടെ നിന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ചിലതിനെ ഹല്ലേലൂയ ശേഖരിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. അടിയനെ താഴ്ത്തുന്നു. മഹത്വം അങ്ങേക്ക്, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും അനുഗ്രഹവും വഴിത്തിരിവുമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിഷയങ്ങൾക്കെല്ലാം ദൈവം ഇന്ന് പകൽക്കാലം വിടുതൽ തന്നിരിക്കുക. വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നെ വചന സൃഷ്ടിക്കായി ക്ഷണിച്ച പ്രിയ കർത്തൃദാസിയോടും ഈ കൂട്ടായ്മയുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹത്തെയും എൻ്റെ വന്ദനത്തെയും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും എനിക്കായി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞിന്നലെയും പോയി സ്കാൻ ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പറയുക, 8ാം മാസത്തിലേക്ക് കയറി. ഹല്ലേലൂയ സ്തോത്രം. ഇന്നലെ സ്കാനിങ്ങും ചെക്കപ്പുമായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ വളരെ മനോഹരമായും അനുഗ്രഹമായും ഇരിക്കുന്നു എന്നുള്ള വാക്ക് കേൾക്കുവാൻ സഹായിച്ചു. കർത്താവ് അവളെ ഇന്നും താങ്ങുവാനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പ്രഗ്നൻസിയിൽ ഞങ്ങൾക്ക് ഇച്ചിരി ടെൻഷൻ ഉള്ളത്, ഞാൻ കഴിഞ്ഞ വർഷം പോയ സമയത്ത് അവൾ പ്രഗ്നന്റ് ആയിരുന്നു. 7 വർഷത്തിന് ശേഷം അവൾ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി. ഹല്ലേലൂയ ആരംഭത്തിലാണ് ഞാൻ അവിടെ കടന്നു ചെന്നത്. പക്ഷെ 3 മാസം കഴിഞ്ഞ് 4ാം മാസത്തിലോട്ട് കയറിയപ്പോൾ, ജൂലൈ മാസത്തിലോട്ട് കയറിയപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ പിറ്റേ ദിവസം പെട്ടെന്ന് ഹല്ലേലൂയ ഫ്ലൂയിഡ് എല്ലാം പോയി. ആ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞ് വളരെ ഡിപ്രഷനിലായി.
ഹല്ലേലൂയ, സ്തോത്രം. അവളെ ഒത്തിരി ആശ്വസിപ്പിച്ചു. ഓഗസ്റ്റിൽ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിനക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഒരു കുഞ്ഞിനെ ദൈവം തരും. അവൾ പറഞ്ഞു, ഇല്ല മമ്മി, എനിക്ക് ഇനി എൻ്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് ശരിയായിട്ട് മതി എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല മക്കളെ, നിനക്ക് ദൈവം എത്രയും പെട്ടെന്ന് ഒരു തലമുറയെ തരും. നിന്റെ ഈ വേദനയെ ദൈവം എടുത്തു മാറ്റും. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറിൽ ഒരു പ്രാവശ്യവും കൂടെ ഹല്ലേലൂയ സ്തോത്രം കടന്നുപോയി. പക്ഷേ അതിനുശേഷം അവൾ പ്രഗ്നന്റ് ആയെന്ന് ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും പ്രഗ്നന്റ് ആയതാണ് ഈ കുഞ്ഞ്. അതുകൊണ്ട് ഇച്ചിരി ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. വളരെ കെയർഫുള്ളോടാണ് പോകുന്നത്. ദൈവസന്നിധി ഞങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെയും പറഞ്ഞു, മമ്മി ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ എല്ലാം ഓക്കെയാണ് മമ്മി എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒരു 2 മാസവും കൂടെ ഉണ്ട്. ദൈവജനം ഹല്ലേലൂയ, ഞാൻ ഇതിൽ കടന്നു വന്നില്ലെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവളുടെ പേര് ഫെഡ്രീന എന്നാണ്, മോന്റെ എന്നാണ്. കർത്താവിന്റെ കരങ്ങളിൽ അവരെ ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥന ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു കൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.